Itel S23 Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറും വരുന്നുണ്ട്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ആണ്. എന്തായാലും Itel S23 Plus എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 59 ഡിഗ്രിയോളം കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. 93% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 900 നിറ്റ്സ് ആണ്. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ബാക്കി ഫീച്ചേഴ്സൊക്കെ ഭയങ്കര മികച്ച ഫീച്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എങ്കിലും ആയിരിക്കും എന്ന്. പക്ഷേ അങ്ങനെയല്ല. ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫോണുകളിലൊക്കെ കാണുന്ന ടൈപ്പ് ഫീച്ചേഴ്സാണ്. ഇപ്പോൾ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ unisoc T616 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സാധാരണ 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളിലൊക്കെ കാണുന്ന ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ. ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 4G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുള്ളൂ. 5G സപ്പോർട്ടൊന്നും വരുന്നില്ല. ഫോണിൽ 8 GB റാം കൊടുത്തിട്ടുണ്ട്. 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. Android 13 ബേസ് ആയിട്ടുള്ള Itel OS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും ഇതിൽ വരുന്നുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ കൊടുത്തിട്ടുള്ളൂ. Type C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ജസ്റ്റ് ബഡ്ജറ്റ് ടൈപ്പ് ഫോണുകളിൽ കാണുന്ന ടൈപ്പ് ഫീച്ചേഴ്സേ വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം യൂട്ടോപ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഫോൺ അനൗൺസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വില ഇപ്പം അവർ അനൗൺസ് ചെയ്തിട്ടില്ല. വരും ദിവസങ്ങളിൽ വിലയും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം വിലയുടെ കാര്യം നമ്മളോടൊന്ന് ഗസ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 13,000 അല്ലെങ്കിൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് എന്ന് വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും Itel S23 Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വളരെ മികച്ച ഫീച്ചേഴ്സും ബാക്കി ജസ്റ്റ് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ടൈപ്പ് ഫീച്ചേഴ്സുമാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഫോൺ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഫോണുകളൊക്കെ നോക്കാവുന്നതാണ്. പക്ഷേ ബാക്കി മികച്ച ഫീച്ചേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യരുത്.